സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചിരിക്കുന്നു. എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷീജ, സിനിമാ മേഖലയ്ക്ക് മുതൽക്കൂട്ടായ ഒരു വ്യക്തിത്വമായിരുന്നു. എപ്പോഴാണ് ആദ്യം സംഭവിച്ചത്? മനസ്സിലാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഏതായാലും പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്ത്യ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 73 വയസ്സായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരം 5 മണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അദ്ദേഹം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയെയാണ് ഇപ്പോൾ നാടിന് നഷ്ടമായിരിക്കുന്നത്. 40ഓളം സിനിമകൾക്ക് അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആരോഗ്യ നില സംബന്ധിച്ച് അദ്ദേഹം കുറച്ചു നാളായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനായിട്ടാണ് ഷാജി ജനിച്ചത്. പള്ളിക്കര സ്കൂൾ, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1971 ഫിലിം ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്നാണ് അദ്ദേഹം ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടിയത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിയമിതനായിരുന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയതാണ് തന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് എന്നുള്ള കാര്യം അദ്ദേഹം നിരവധി തവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും അദ്ദേഹം നമ്മൾ ഈ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിനടക്കം അദ്ദേഹം ആ ചടങ്ങിനടക്കം പങ്കെടുത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം തീർത്തും മോശം ഒരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 5 മണിക്ക് അദ്ദേഹത്തിന്റെ അന്ത്യം വീട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. ശരി, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മലയാള സിനിമയെ നവധാരയിലേക്ക് നയിച്ച സംവിധായകൻ കൂടിയാണ് ഷമ്മി.